പണ്ട് കേരള പോലീസിന് ഇതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഒരു കഞ്ചാവ് വീഡിയോ കൊടുത്താൽ മതി. ഈ ലോകപ്പിൽ കിടക്കണ കുറേ നേരം കഴിയുമ്പോൾ പറയും നിങ്ങൾക്ക് വീഡിയോ വേണ്ടാന്ന് ചോദിക്കും. വീഡിയോ വേണമെന്ന് പറയും. വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് കഞ്ചാവ് വീഡിയോ ആയിരിക്കും. കഞ്ചാവ് വീഡിയോ നാലെണ്ണം ഇത് വലിച്ചു കഴിഞ്ഞാൽ പറയാം എല്ലാം പറയാം സാറേ എന്ന് പറയും. അതായിരുന്നു കേരള പോലീസിൻ്റെ നാർക്കോ അനാലിസിസ്. പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്താ വെച്ചാൽ ഷീ വാസ് ക്രൂവലി റേപ്പ്ഡ് എന്നാണ്. അവസാനം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അമ്മാവനെ തന്നെയാണ്. അമ്മാവൻ ഒരു നിലയ്ക്കും സംഭവിക്കില്ല. അമ്മാവൻ്റെ മറുപടി എന്താ വെച്ചാൽ നിങ്ങൾ നുണപരിശോധന നടത്തിക്കോ. പാലക്കാട് ഒരു വർഷ കേസ്, അങ്ങനെ പറയാം, മർഡർ എന്ന് പറയാറായിട്ടില്ല. അതിൻ്റെ സംഭവം എന്താ വെച്ചാൽ 11 വയസ്സായ ഒരു പെൺകുട്ടി, അവർ ഒരു സാരി കൊണ്ട് കളിക്കുമ്പോൾ സാരി അബദ്ധവശാൽ കഴുത്തിൽ കുരുങ്ങി മരിച്ചു. എന്നിട്ട് പാലക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവരെ കൊണ്ടുവന്നു. പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്താ വെച്ചാൽ ഷീ വാസ് ക്രൂവലി റേപ്പ്ഡ് എന്നുള്ളതാണ്. 11 വയസ്സായ പെൺകുട്ടി വയസ്സറിയിച്ചിട്ടില്ല, അവൾ ഋതുമതി ആയിട്ടില്ല. പക്ഷേ പ്രൈവറ്റ് പാർട്സ് മുഴുവൻ അത്രയും റപ്ചേർഡ് എന്നുള്ള അദ്ദേഹം പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ ഉപയോഗിക്കുന്നത്. റപ്ചർ എന്ന് പറഞ്ഞാൽ അത്ര ശിഥിലമായി പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതാരാണ് ഈ ക്രൂരകൃത്യം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ ആദ്യ അന്വേഷണം വേറൊരു SP ആയിരുന്നു, ക്രൈംബ്രാഞ്ച്. അപ്പോൾ ഞാൻ ചാർജ് എടുത്തപ്പോൾ എനിക്കതിന് തുടരന്വേഷണം കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ കേസിൻ്റെ ചരിത്രം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പകലാണ് ഒരു ഓടിട്ട ഒരു വീട്, അതിനോട് ചേർന്ന് ഒരു ചെറിയ ഒരു ഔട്ട് ഹൗസ് പോലെയുള്ളൊരു വീട്ടിൽ അമ്മ, അമ്മൂമ്മ, ഒരു അനിയൻ, ഈ കുട്ടി. ഒരു ഞായറാഴ്ച ദിവസമാണ്. ഇവൾക്ക് 11 വയസ്സ്, താഴെയുള്ളവർ 8 വയസ്സ്. അപ്പോൾ ഉച്ച നേരത്ത് അമ്മ വീടിനോട് ചേർന്നൊരു തോട് പോകുന്നുണ്ട്. ആ തോടിൻ്റെ അവിടെ പോയി അലക്കാൻ വേണ്ടി തുണി എടുത്ത് അങ്ങനെ പുറത്തേക്ക് പോകണം. അപ്പോൾ വീടിൻ്റെ ആ ഒരു സ്കെച്ച് പറയുകയാണ്. ഒരറ്റത്ത് അടുക്കളയുടെ അറ്റത്തിരുന്ന് അമ്മൂമ്മ പച്ചക്കറിക്ക് നുറുക്കുന്നുണ്ട്. ഇപ്പുറത്തെ മുറിയിൽ അനിയൻ ഇരിക്കുന്നുണ്ട്. അമ്മ അങ്ങ് നടന്ന് ഡ്രസ്സൊക്കെ കൊണ്ട് അലക്കാൻ പോകുമ്പോൾ ഇവള് ഈ സാരിയുള്ള റൂമിൽ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വാതിൽ തുറന്ന് എടുക്കുകയാണ്. അത് കഴിഞ്ഞ് അലക്ക് കഴിഞ്ഞ് അമ്മ തിരിച്ചു വരുമ്പോൾ ഈ വാതിൽ ഇങ്ങനെ ചാരിയിട്ടിരിക്കും. എന്താ ഇതിൻ്റെ കളിയൊന്നും കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അമ്മ ഈ വാതിൽ തുറന്നപ്പോൾ അവളിങ്ങനെ തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു എന്നുള്ളതാണ് അമ്മയുടെ വേർഷൻ, അമ്മയുടെ മൊഴി അങ്ങനെയാണ്. പക്ഷെ അപ്പോൾ ഈ റേപ്പ് ഈ പറഞ്ഞ സമയത്ത് എങ്ങനെ വരും? അങ്ങനെ ഗുജറാൾ സാറാണ് പോലീസ് സർജൻ, പാലക്കാടത്തെ പേര് കേട്ട പോലീസ് സർജനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് മൊഴിയെടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോൾ അയാളെ പോസ്റ്റ്മോർട്ടം ഇതിനകത്തൊക്കെ കാണുമ്പോൾ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആണ് ഉണ്ടായിട്ടുള്ളത്. ഈ മുറിവ് ഇങ്ങനെ ഉണങ്ങിയിട്ടില്ല. മരണം നടക്കുന്നതിന് 48 മണിക്കൂർ, എപ്പോൾ വേണേ ആവാം, 48 ഹവേഴ്സിനുള്ളിലാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതെത്ര നോക്കിയിട്ട് നമുക്ക് അതിനകത്ത് ആ ദുരൂഹത മാറുന്നില്ല എന്ന് മാത്രമല്ല, അതിൽ കൂട്ടുന്നൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് മരണപ്പെട്ട് ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ ബോഡി ദഹിപ്പിച്ചപ്പോൾ ഈ അണ്ടർവയർ ഇട്ടിരിക്കുന്നത്, അതൊക്കെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ്, അത് അടക്കിട്ട് കത്തിച്ചു. അപ്പോൾ സാധാരണ പോലീസ്, ഞാൻ അക്കാദമിക് ക്ലാസ് എടുക്കുമ്പോൾ ട്രെയിനീസിനോട് പറയാറുണ്ട്, ഇങ്ങനെയുള്ള കേസുകളിൽ വരുമ്പോൾ ദഹിപ്പിക്കുന്നതിന് ഒരിക്കലും നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ആചാരമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് പിന്നീട് എന്തെങ്കിലും ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് ഇല്ലെങ്കിൽ നിങ്ങൾ കേസിൽ പ്രതിയാവുന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ടി വരുന്നുള്ള രീതിയിൽ. അപ്പോൾ അത് അമ്മ അത് ആ ഡ്രസ്സടക്കം കത്തിച്ച് കളഞ്ഞതിൽ അങ്ങനെ അച്ഛനായിട്ട് ഒരു നല്ല ബന്ധത്തിലല്ല. ഈ കുട്ടിയുടെ അച്ഛനായിട്ട് അയാൾ വേറെ സ്ഥലത്താണ് അയാൾ എവിടെയോ ഒറ്റപ്പാലത്ത് എവിടെയോ ഉണ്ടാണ്. അങ്ങനെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഈ അമ്മേരയിൽ നിന്ന് കിട്ടണം. അപ്പോൾ ഈ 48 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള ഇവരുടെ ആ റൂട്ട് നമ്മളെടുത്തു, എവിടെയൊക്കെ പോയി എത്ര സമയം നിന്നു. അങ്ങനെ നോക്കുമ്പോൾ വീട് വിട്ട് ആകെ കൂടി ഒരു ദിവസം മറ്റാണ് എവിടെയോ ബന്ധു വീട്ടിൽ പോയിട്ടുള്ളത്. അത് അവിടെ ഉള്ളവരോടൊക്കെ നോക്കിയപ്പോൾ 2 മണിക്കൂറിനകത്ത് അവിടെ തിരിച്ചു പോകുന്നുണ്ട്. അവിടെ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. ആ വീട്ടിൽ ആരൊക്കെ വരാം ഇതിനിടയിൽ? അപ്പോൾ അവിടെ ഈ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് ഈ കുട്ടിയുടെ അമ്മാവനാണ്, ഈ അമ്മയുടെ സഹോദരനാണ്, 25 വയസ്സ്. അപ്പോൾ അവനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവനൊരു ഹിസ്റ്ററി ഉള്ളവരാണ്. അവൻ വേറൊരു സഹോദരിയുടെ മകളെ ഇതുപോലെ റേപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പരാതിയൊന്നും ഇല്ലാണ്ട് അതെങ്ങനെയും കണ്ടൊക്കെ സെറ്റിൽ ചെയ്ത് പോയി.
അപ്പോൾ ഈ വീട്ടിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഈ ഔട്ട് ഹൗസിൽ അന്നത്തെ ഈ VCR ഒക്കെ ഉണ്ട്. ആ VCRൽ സിനിമ വരെ ഇവരെല്ലാവരും ഒരുമിച്ച് കാണും, ഈ അമ്മാവനും ഈ കുട്ടികളെ ഒരുമിച്ച്. പക്ഷെ അതിനകത്ത് ബ്ലൂ ഫിലിം വരെ ഇട്ട് കാണും. അപ്പോൾ അതിൻ്റെ ആ ഒരു നിലവാരത്തിൻ്റെ ഒരു ആ വീട്ടിലൊരു രംഗം ആലോചിച്ച് നോക്കുന്നുണ്ട്. പിന്നെ ഈ കുട്ടിയുടെ ഡെഡ് ബോഡി, ഞാൻ ബോഡി കണ്ടിട്ടില്ല, പക്ഷേ അതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇൻക്വസ്റ്റിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ പുറത്ത് ഈ ചരൽ കുത്തിക്കേറിയ പോലെയുള്ള മാർക്കുകളുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് സംഭവിച്ചിരിക്കുന്നത് ഏതോ മുറ്റത്തോ അങ്ങനെയുള്ള സ്ഥലത്തോ ആണ്. അപ്പോൾ ഇവരെ മുറ്റത്ത് ഒക്കെ ഉണ്ട്, ചരലൊക്കെ ഉണ്ട്, ഇതിന് സാമ്യമായിട്ടുള്ളതൊക്കെ ഉണ്ട്. അവസാനം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ അമ്മാവനെ തന്നെയാണ്. അമ്മാവൻ ഒരു നിലയ്ക്കും സംഭവിക്കില്ല. അമ്മാവൻ്റെ മറുപടി എന്താ വെച്ചാൽ നിങ്ങൾ നുണപരിശോധന നടത്തിക്കോ. അപ്പം അമ്മാവൻ കൃത്യമായിട്ട് അതൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ നുണപരിശോധന നടത്തുന്നതിനെക്കുറിച്ച് അറിവുള്ള അല്ലെങ്കിൽ ഒരു വക്കീൽ കൂടെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ബ്രേക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അവരുടെ ക്വസ്റ്റ്യനെയറാണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് അവർ പറയുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മുടെ ECG വരുന്ന പോലെ ഇതിൻ്റെ ഗ്രാഫ് ഉയരുകയോ താഴുകയോ ചെയ്യുമ്പോൾ അയാൾ എന്തോ സപ്രസ് ചെയ്യുന്നുണ്ട്, എന്തോ ഒളിച്ചു വയ്ക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഭാഗം കൂടുതൽ ചോദിക്കുക എന്നുള്ളതാണ്. പക്ഷേ എന്ത് ശാസ്ത്രീയ മാർഗ്ഗമായാലും പറയുന്നത് സത്യമല്ല, കള്ളമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്താണ് സത്യമെന്ന് പറയിപ്പിക്കാൻ ഒരു ഉപകരണവും ഇല്ല. അത് കേരള പോലീസിൻ്റെ ഇതില്ല. അപ്പോൾ ആ രീതിയിലാണ് അതാണ് പറയണത്, നുണപരിശോധന നടത്തിക്കോ. പക്ഷേ ഇവരോട് എത്ര മാന്യമായിട്ട് ചോദിച്ചിട്ടും ഇവനിത് വിട്ട് പറയാൻ തയ്യാറല്ല. അപ്പോൾ ആ 48 മണിക്കൂറിൽ ഇടയിൽ ഇവൻ എവിടെ പോയി മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ പോലെ ഈ സൈബറിൻ്റെ ഒരു മൊബൈൽ എന്നുള്ള കാലമല്ല, അല്ലെങ്കിൽ നമുക്ക് അതിലൊക്കെ നോക്കാമായിരുന്നു. അപ്പോൾ അത് അവസാനം പിന്നെ നമുക്കൊരു വഴി കേരളത്തിന് പുറത്ത് ഇൻഡോറിൽ മധ്യപ്രദേശിൽ അവിടെയാണ് ഈ മാപ്പ് റീഡിങ്ങും അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ബ്രെയിൻ മാപ്പിംഗ് മാപ്പ് റീഡിങ്. ഈ സംവിധാനം അവിടെയാണുള്ളത്. അപ്പോൾ അതിന് അന്നത്തെ നിലയ്ക്ക് ഒരാൾക്ക് 25,000 രൂപ കെട്ടിവെക്കണം. സെക്രട്ടേറിയറ്റിൽ വഴി പൈസയൊക്കെ വന്ന് ഒക്കെ വരും. ഞാൻ 2 കൊല്ലത്തോളം ഉണ്ടായി. ഈ 2 കൊല്ലത്തോളം സെക്രട്ടേറിയറ്റിൽ നിന്ന് സാങ്ഷൻ കിട്ടിയിട്ടില്ല. ഇത് ഇൻഡോറിലേക്ക് പോകണമെങ്കിൽ തന്നെ ഇവിടെ നിന്ന് ഒരു ഗൈഡ്, ഒരു 2 ഭാഷ അറിയുന്ന ഒരാൾ വേണം, കുറേ സംവിധാനങ്ങൾ വേണം. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ അവസാനം ഞാൻ DGP കണ്ട് സംസാരിച്ച്, ഈ ചീഫ് സെക്രട്ടറിയെ കണ്ട് സംസാരിച്ച് ഇതിൽ നിന്ന് പെട്ടെന്ന് സാങ്ഷൻ വരാൻ പറഞ്ഞിട്ട് പോലും നമ്മൾ പലപ്പോഴും പറയുമല്ലോ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം വേണമെന്ന്. അതിൻ്റെ ഒരു പ്രായോഗികതയാണ് ഈ പറയുന്നത്. ഇത്രയും സെൻസേഷണൽ കേസിൽ ഇയാളെ അവിടെ കൊണ്ടുപോകണം. പിന്നെ രണ്ടാമത് ഈ അഭയ കേസിന് ശേഷം ഈ പ്രതികളുടെ ഇങ്ങനത്തെ ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അവരെ സമ്മതം വേണം. നമ്മളോട് സംഭവിച്ചാൽ പോരാ, കോടതിയിൽ വന്നിട്ട് അവർ തയ്യാറാണെന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടും ആ കേസ് മാപ്പ് റീഡിങ്ങിനോ ഇതിനോ നാർക്കോ അനാലിസിസ് ടെസ്റ്റ്. പണ്ട് കേരള പോലീസിന് ഇതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല, ഒരു കഞ്ചാവ് വീഡിയോ കൊടുത്താൽ മതിയായിരുന്നു. പണ്ട് അങ്ങനെയാണ് പോലീസ് ചെയ്യുക. ഈ ലോക്കപ്പിൽ കിടക്കണമെങ്കിൽ കുറേ നേരം കഴിയുമ്പോൾ പറയും നിങ്ങൾക്ക് വീഡിയോ വേണ്ടെന്ന് ചോദിക്കും. വീഡിയോ വേണമെന്ന് പറയും. വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് കഞ്ചാവ് വീഡിയോ ആയിരിക്കും. കഞ്ചാവ് വീഡിയോ വെച്ച് 4 ഇത് വലിച്ചു കഴിഞ്ഞാൽ പറയാം എല്ലാം പറയാം സാറേ എന്ന് പറയും. അതായിരുന്നു കേരള പോലീസിൻ്റെ നാർക്കോ അനാലിസിസ്. അത് ലാസ്റ്റ് നടത്തിയത് അഭയ കേസിലാണെന്ന് മാത്രം. അതിൽ സുപ്രീം കോടതിയിൽ അതിലൊരു വിധി വന്നതിന് ശേഷമാണ് അങ്ങനെ പോയത്. അപ്പോൾ അതാണ് അങ്ങനത്തെ ഒരുപാട് കേസുകൾ. പുനലൂരത്തെ ഒരു പയ്യൻ്റെ കേസ്, അങ്ങനെ കുറേയൊക്കെ കേസ് ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഞാൻ 4 കൊല്ലം കഴിഞ്ഞിട്ട് അന്വേഷിച്ചിരുന്നു. ആ കേസ് ഇപ്പോഴും ഈ അൺഡിറ്റക്റ്റഡ് ആയിട്ട് ക്രൈം ബ്രാഞ്ച് നൂലാമാലകളിൽ പെട്ടുപോകുന്ന കേസുകൾക്ക് ഒരു പര്യവസാനം ഉണ്ടാവില്ല.